ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്താണ് ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് പലപ്പോഴും പലരും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കുമല്ലോ. ഈ പറഞ്ഞ പോലെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. റീസെൻ്റ്ലി ഞാൻ കണ്ട ഒരു റീലിനകത്ത് നമ്മൾ ഈ ഓരോ ആൾക്കാരെ മെൻഷൻ ചെയ്യുമല്ലോ, ഞാൻ നിങ്ങൾക്ക് ആരാ എന്ന് ചോദിച്ച്. അപ്പം ഇങ്ങനെ ഒരു റീൽ എനിക്ക് വന്നപ്പം ഞാൻ അതെൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പം അതിൽ ഒരാൾ മാത്രമാണ് എനിക്ക് ഇങ്ങനൊരു യു ആർ മൈ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞത്. ബട്ട് ആ അയച്ച ആൾ എന്നും എന്നോട് മിണ്ടുന്ന ആളോ ഞാൻ എന്നും വിളിക്കുന്ന ആളോ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ പറഞ്ഞപ്പം എന്നെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരാളത് പറയുമ്പോഴേ പിന്നെ ഞാൻ അതിൽ എപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി. ഓൾവേസ് ഞാൻ അതിങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബിക്കോസ് ഞങ്ങൾ ഡെയിലി വിളിക്കുന്ന ആൾക്കാരല്ല. ബട്ട് സ്റ്റിൽ ആൾക്കത് എന്നോട് പറയാൻ തോന്നിയെങ്കിൽ മേ ബി നമ്മൾ എപ്പോൾ വിളിക്കുന്നോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, എത്ര നാൾക്ക് ശേഷം വിളിച്ചാൽ പോലും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് തരാൻ പറ്റുന്ന ഒരാൾ, അത് മേ ബി നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കൂടെ പഠിച്ചവരാകാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം, നമ്മുടെ കൊളീഗ്സ് ആകാം, അങ്ങനെ ആരും ആകാം. ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ആ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് വെറും ഒരു സ്മോൾ ഒരു മൊമെൻ്റ് ആയിരിക്കാം, പക്ഷേ അത് നമുക്ക് ഭയങ്കര വലുതായിരിക്കാം ആ ഒരു തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഈ തിരക്കുള്ള സമയങ്ങളിൽ അതിപ്പം ഒരു കോൾ തന്നെ ആവണമെന്നില്ല, ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ആവാം, ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളെ നമുക്ക് ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റും. സോ അത് എനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു ഈ ഒരു 2025. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തോന്നി അതിന് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ തോന്നിയ ഒരു റീലാണ്, ഒരു കോട്ട്. ഞാൻ തന്നെ അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നിയാണ് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, അത് നമുക്കത് ഫീൽ ചെയ്താലേ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് ആരാണ്? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ.